ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അങ്ങയുടെ പരിശുദ്ധ നാമത്താൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളെ ഭാരപ്പെടുത്തുന്ന എല്ലാ പൈശാചിക പീഡകളെയും യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. അത്ഭുത കൃപാവരങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ പ്രവഹിക്കട്ടെ. കർത്താവെ, ഈ ലോകത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് ദൈവരാജ്യത്തിൽ മുഖാഭിമുഖം അങ്ങയെ കാണാൻ തക്കവിധം ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ അവിടെ നിന്ന് മുദ്ര ചെയ്യണമേ. നാശത്തിന് വിട്ടുകൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന് വിട്ടുകൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന് വിട്ടുകൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ മുദ്ര ഈ മക്കളുടെ മേൽ ഇപ്പോൾ പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിലേക്കുള്ള സ്പർശനം ഇപ്പോൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വചനങ്ങളും ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ അനുസരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വചനങ്ങളും ഈ ഭൂമിയിൽ അനുസരിക്കാൻ പറ്റുമോ ഇല്ലയോ? അച്ഛൻ ഈ കാര്യം തന്നെ ഒരു സദസ്സിൽ ചോദിച്ചപ്പോൾ അനേകർ പറഞ്ഞൊരു കാര്യമുണ്ട്, നടക്കുകയില്ല, നടക്കുകയില്ല. അച്ചോ, ഇത് ഭൂമിയാണ്, ഇത് മണ്ണാണ്, ഇത് മണ്ണിന്റെ സ്വഭാവം ചില കാണിക്കും. നീതിമാൻ പോലും ദിവസത്തിൽ 7 തവണ വീഴുന്നു. അതുകൊണ്ട് മരിക്കുന്നത് വരെ മണ്ണിന്റെ സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് പാപത്തെക്കുറിച്ചൊന്നും അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയൊന്നും വേണ്ട. കുറച്ചൊക്കെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും, കുറേയൊക്കെ പോകും. അങ്ങനെ കേറിയും ഇറങ്ങിയും കിടക്കുന്ന ഒരു ജീവിതമായിരിക്കും നമ്മുടെ ജീവിതം. അല്ലാതെ എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കിയാൽ അതൊരു വലിയ മണ്ടത്തരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ നാടൻ ചേട്ടന്മാർ അച്ഛനോട് പറഞ്ഞ ഒരു ഉപദേശം. ഹല്ലേലൂയ. അന്ന് മുതലേ എൻ്റെ മനസ്സിൽ കിടക്കുന്ന വലിയൊരു ആത്മീയ പ്രശ്നമാണ്, ദൈവമക്കൾക്ക് നൽകിയിട്ടുള്ള ദൈവമായ കർത്താവിന്റെ വചനങ്ങൾ മുഴുവൻ ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് പാലിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇതിനെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നിയമാവർത്തന ഗ്രന്ഥത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം കർത്താവിന്റെ ശ്രദ്ധയിൽ തന്നു. നിയമാവർത്തന ഗ്രന്ഥം 30-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ പ്രമാണങ്ങൾ, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പനകൾ, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന തിരുവചനങ്ങൾ, ദൈവമായ കർത്താവിന്റെ അരുളപ്പാടുകൾ നിനക്ക് അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ നിന്റെ ശക്തിക്ക് അതീതമോ അല്ല. അല്ല, നിനക്കത് പാലിക്കാൻ പറ്റും. അതാണ് നിയമാവർത്തനം 30-ാം അധ്യായം 14-ാം വാക്യം. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എനിക്ക് വലിയ വിടുതൽ നൽകിയ ഒരു വചനമാണിത്. ദൈവം തന്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളത് പ്രാവർത്തികമാക്കാൻ ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും കഴിയും. ഫ്രാൻസിസ് അസിസി പുണ്യവാളനും ഫ്രാൻസിസ് സേവ്യറിനും മാത്രമല്ല, ഈ ലോകത്തിലെ അതിശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാർക്ക് മാത്രമല്ല, ഓരോ പൈതലിനും ദൈവം തന്നിട്ടുള്ള എല്ലാ വചനങ്ങളും പ്രാവർത്തികമാക്കാൻ കഴിയും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്നാൽ അനേകർ ഇന്ന് വേദനിക്കുകയാണ്. അനേകർ ഇന്ന് അന്ധകാരത്തിൽ തപ്പിത്തടയുകയാണ്.
അനേകർ ഇന്ന് വിഷമിക്കുകയാണ്. ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ? ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഇത് പറ്റില്ല എന്ന് തന്നെയാണ് അനേകരുടെ ഹൃദയങ്ങളിൽ സാത്താൻ നൽകിയിരിക്കുന്ന നുണചിന്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ അവരുടെ മനസ്സിൽ ഒരു നുണചിന്തയെ കൊടുത്തിരിക്കുകയാണ്. അവർ പറയുന്നത് എങ്ങനെയാണ്? ജാത്യ ഉള്ളത് തൂത്താൽ പോകുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാരമ്പര്യമായി സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഇങ്ങനെയുള്ള രീതിവിശേഷങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോകുമോ? അത് കുറച്ചൊക്കെ ഉണ്ടാവും. പാരമ്പര്യമായി ഞങ്ങൾ കോപിഷ്ഠന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. പാരമ്പര്യമായി ഞങ്ങൾ കഠിനമായി ജഡികാസക്തന്മാരാണ്. പാരമ്പര്യമായി പിശുക്ക് സ്വഭാവമുള്ളവരാണ്. പാരമ്പര്യമായി നുണ പറയുന്ന, നാവിന്റെ ദുരുപയോഗം നടത്തുന്നവര്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള തിന്മകളാണെങ്കിലും ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ പൂജിച്ച് അനുതാപപ്പെട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നതോടുകൂടെ ആ ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകും. ആ ദൈവ പൈതലിന് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ വചനങ്ങളെയും പ്രാവർത്തികമാക്കാൻ കഴിയും. അതാണ് ജെറമിയ 13:23 പഠിപ്പിക്കുന്നത്. എത്യോപ്യക്കാരന് തന്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാൻ കഴിയുമോ? എങ്കിലും തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് ഇന്നു മുതൽ നന്മ ചെയ്യാൻ കഴിയും. പരിശുദ്ധാത്മാവ് നൽകുന്ന ഉറപ്പാണ്. ഹല്ലേലൂയ. ഒരു പുള്ളിപ്പുലി എന്റെ പുള്ളി മാറ്റാൻ വേണ്ടി ഉദ്യമിക്കുകയാണെന്നിരിക്കട്ടെ, എന്തായിരിക്കും റിസൾട്ട്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, അങ്ങനെ സംഭവിക്കുന്നില്ല. എങ്കിലും തിന്മ ചെയ്ത് പാരമ്പര്യമായി തിന്മ ചെയ്ത ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണെന്നിരിക്കട്ടെ, നീ ഇന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നിനക്ക് ഇന്ന് മുതൽ നന്മ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു വികൃതിയായ കുട്ടി ദർശനവരമുള്ള ഒരു അച്ഛന്റെ അടുത്തേക്ക് വന്നു. ആ അച്ഛനോട് ആ കുട്ടി പറഞ്ഞു, അച്ഛാ, എന്റെ ഈ കയ്യിൽ ഞാനൊരു തുമ്പിയെ പിടിച്ചിട്ടുണ്ട്. അച്ഛൻ വലിയൊരു ധ്യാനഗുരുവും ദർശനമുള്ള അച്ഛനൊക്കെ അല്ലേ? അച്ഛൻ ആ ദർശനം ഉപയോഗിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം, ഈ കൈക്കുള്ളിലുള്ള തുമ്പി ചത്തതാണോ ജീവിച്ചതാണോ? പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ചിന്തിച്ച്, കർത്താവേ, ഞാൻ എന്തുത്തരവാണ് കൊടുക്കേണ്ടത്? ഞാൻ ഈ തുമ്പി ജീവനുള്ളതാണെന്ന് പറഞ്ഞാൽ അവൻ പതുക്കെ കൈയൊന്ന് അമർത്തും, കൈ തുറക്കും, തുമ്പി ചത്തിരിക്കുന്നു. ഈ തുമ്പി ചത്തതാണെന്ന് പറഞ്ഞാൽ അവൻ കൈ തുറന്നു വിടും, തുമ്പി പറന്നു പോകും. എന്തു പറഞ്ഞാലും അച്ഛന്റെ ദർശനവരം തെറ്റ് എന്നവൻ സ്ഥാപിക്കും. അച്ഛൻ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച്, അപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛന് ദൈവീകമായ ആലോചനയെ കൊടുത്ത്. പരിശുദ്ധാത്മാവിന്റെ ആലോചനയെ കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ വികടബുദ്ധി, നീ മനസ്സ് വെച്ചാൽ ആ തുമ്പി ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മനസ്സ് വെച്ചാൽ ആ തുമ്പി ജീവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകൻ 15:15 പഠിപ്പിക്കുന്ന പ്രകാരമാണ്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. അട്ടപ്പാടിയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും നീ ഏത് സ്ഥലത്തുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. പട്ടണങ്ങളിലുള്ളവർക്കും ഗ്രാമങ്ങളിലുള്ളവർക്കും വേറെ വേറെ ബൈബിൾ ഇല്ല എന്ന് ഓർക്കണം. ആഫ്രിക്കയിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും വേറെ വേറെ ബൈബിൾ ഇല്ല എന്ന് ഓർക്കണം. എല്ലാവർക്കും ഒരൊറ്റ ബൈബിളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ബാലികാബാലന്മാർക്കും വൃദ്ധന്മാർക്കും വേറെ വേറെ ബൈബിൾ ഇല്ലെന്ന് ഓർക്കണം. എല്ലാവർക്കും ഒരൊറ്റ ബൈബിളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് പാലിക്കാൻ കഴിയും. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രഭാഷകൻ 15:20 പാപം ചെയ്യാൻ അവിടുന്ന് ആർക്കും അനുവാദം തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യാൻ ആർക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. ഇന്നെന്തുകൊണ്ടാണ് നമുക്ക് പാപം ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നൊരു സാഹചര്യം ഉള്ളത്? മനസ്സ് വെക്കാത്തത് കൊണ്ട് തന്നെ. പ്രൈസ് ദി ലോർഡ്. മനസ്സ് വെക്കാത്തത് കൊണ്ട് തന്നെ.
മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രോഗി വളരെ തളർന്ന അവസ്ഥയിൽ ഒരു ആശുപത്രിയിൽ കിടക്കുകയാണ്. ആ രോഗിയുടെ അടുത്തിരിക്കുന്ന ടേബിളിൽ നിന്ന് ഗുളിക ഒന്ന് എടുത്ത് സ്വന്തമായി വായിലേക്ക് ഇടാൻ പോലും പറ്റാത്ത വിധം തളർന്ന് അവശനായി അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളമൊന്നും എടുത്ത് വായിലേക്ക് കൊണ്ടുവരാൻ പോലും പറ്റാത്ത വിധം തളർന്ന് കിടക്കുകയാണ്. ഈ തളർന്ന കയ്യെ എടുത്തുനിന്ന് മാറ്റിവെക്കാൻ പോലും പറ്റാത്ത വിധം തളർന്ന് കിടക്കുകയാണ്. അങ്ങനെ തളർന്ന് കിടക്കുന്ന രോഗി, കൂടെ നിൽക്കുന്ന ആള് വേണ്ടതുപോലെ കൈയൊന്നും അനക്കി തരുന്നില്ല, ഗുളികൊന്നും എടുത്തു തരുന്നില്ല എന്ന് പറഞ്ഞ് പിറുപിറുത്ത് വിഷമിച്ച് കിടക്കുകയാണ്. അങ്ങനെ തളർന്നു കിടക്കുന്ന രോഗി ഒരു നിമിഷം നോക്കുമ്പോൾ ഇതാ ആശുപത്രിയുടെ ഒരു ഭാഗം മുഴുവൻ തീ പിടിച്ച് കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. എല്ലാ രോഗികളും എഴുന്നേറ്റ് അവരെ രക്ഷാർത്ഥം ഓടിക്കൊണ്ടിരിക്കുകയാണ്. രോഗി നോക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആള് ഓടി രക്ഷപ്പെട്ട്, ആ രോഗിയും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തന്റെ രക്ഷാർത്ഥം ഓടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താങ്ങാൻ ആളുണ്ടെങ്കിൽ കുഴച്ചിൽ കൂടും. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 7-ാം തിരുലിഖിതം, തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യമക്കളുടെ ഹൃദയം പാപത്തിൽ പൂണ്ടുകിടക്കുന്നു. മനസ്സ് വെക്കാത്തതിനാൽ ഇന്ന് ദൈവമക്കൾക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റുന്നില്ല. ഞാനും നിങ്ങളും മനസ്സ് വെച്ചാൽ എനിക്കും നിങ്ങൾക്കും കർത്താവിന്റെ വചനത്തെ പാലിച്ച് ജീവിക്കാൻ കഴിയും. ഇത് ദൈവവചനം തരുന്ന ഉറപ്പാണ്. ബാറൂക്കിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ജെറൂസലം, ജെറൂസലം, നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. യുവർ ഡ്യൂട്ടി. നീ എടുത്ത് അണിയണം. നീ ശക്തനാകണം. നീ വിശുദ്ധിയിലേക്ക് ഉയരണം. നീ എഴുന്നേറ്റ് നിൽക്കണം. നീ എന്നീ പാപത്തിൽ കടന്നാൽ പോരാ. നീ എഴുന്നേറ്റ് നിൽക്കണം. നീ പ്രാർത്ഥനയിലേക്ക് ഉയരണം. നീ പാപത്തിൽ നിന്ന് എഴുന്നേറ്റ് വിശുദ്ധിയിലേക്ക് നടക്കണം. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി.